ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. പഴയ കാലങ്ങളിലെ ഉള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അട. ഇത് പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുക. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ഇത് 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. കുതിർന്ന പരിപ്പിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് പരിപ്പ് വെന്തൊടിയാൻ പാടില്ല. 3 വിസിൽ കറക്റ്റാണ്. 3 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അടൻ്റെ മാവ് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദപ്പൊടിയും ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് സാദാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ മൈദ മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടി ആക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുത്തിനെ. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതാ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ എന്താ പറയുക, നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിന്. വെന്ത് ഉടഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ 3 വിസിൽ കറക്റ്റാണ്. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ സ്ട്രെയിനറിലിട്ടിട്ട് വാർത്ത് കളയുക. ഇതാ പരിപ്പ് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്തിനി, പക്ഷെ ഉടനെ ഇതായിട്ടില്ല. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാൻ ഇപ്പോൾ 1 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 1 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഈ മസാലേൻ്റെ എല്ലാം ഒരു സ്മെല്ല് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഈ പരിപ്പ് ജസ്റ്റ് ആ സ്പൂണോടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും കറിവേപ്പിലും ചെറുതായിട്ട് കൈയോട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളെ പരിപ്പ് വേഗം തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക. ഈ സ്പൂണോട് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഈ സ്പൂണോടൊന്ന് അമർത്തി പ്രസ്സാക്കിയിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഉടനെ മിക്സായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമാണെങ്കിൽ ഈ പരിപ്പിൽ തന്നെ കുറച്ച് ബീഫ് വേവിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്താലും ഈ സ്നാക്കിന് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉള്ളിക്ക് ഉപ്പിട്ടിട്ടില്ലല്ലോ, പരിപ്പിൽ മാത്രമല്ല ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം മസാല റെഡിയായി. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ബോൾസ്, ഞാൻ അത്യാവശ്യം വലിയ ബോൾസ് തന്നെ എടുത്തിരിക്കുന്നത്, കാരണം ഒരു പരുത്തലിൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം മാക്സിമം എന്താ പറയുക, നല്ല വലിപ്പത്തിൽ തന്നെ ഒന്ന് പരത്താൻ നോക്കുക. അതേപോലെ നല്ല തിക്നെസ്സിൽ പരത്തരുത്, നന്നായിട്ട് തന്നെ നേരിയതാക്കിയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ ഷേപ്പൊന്നും നോക്കുന്നില്ല, ഞാൻ നന്നായിട്ട് തന്നെ വലിയ രീതിക്ക് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കഴിയുന്ന പോലെ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതുകൊണ്ട് ഷേപ്പൊന്നും പ്രശ്നമില്ല. ഇനി ഇതേപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അടയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഫില്ലിങ്ങാണ് ഇത്. പരിപ്പാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലാണ് നിൽക്കില്ല. ഇനി ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗമില്ലേ, വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗമെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇത് കളയൊന്നും വേണ്ട, നമ്മൾ ഇതിനും റോൾ ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പം ഞാൻ എല്ലാം എടുത്ത് മാറ്റി കൊടുത്തിന്. ഇനി നമുക്ക് എന്താ പറയുക, ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം.
ഓരോ റൗണ്ടിൽ 1 ടീസ്പൂൺ അളവിൽ മസാല മാത്രമേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം ഒരുപാട് വലിയ റൗണ്ടാക്കിയിട്ടല്ല ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു റൗണ്ട് കറക്റ്റാണ് ഇതിൻ്റെ അടക്ക്. ഇനി നമുക്ക് ആ സൈഡ് ബാഗെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് നമ്മൾ പല്ലെടുക്കാമെന്നാണ് പറയുക, അതേപോലെ പല്ലെടുത്തിട്ട് വരിക. ഇതേപോലെ മടന്നെടുക്കൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് നമുക്ക് എന്താ പറയുക, ഇതാ ഈ വീഡിയോയിൽ കാണില്ല, അതേപോലെ ഒന്ന് പതിയെ ചെയ്തെടുത്താൽ മതി. ഇതിന് പറയുക പല്ലട എന്നാണ് പറയുക. ഈ ഒരു എടുക്കുന്നത് തന്നെയാണ് നമ്മൾ പല്ല് എടുക്കുക എന്ന് പറയുക. അപ്പം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞാൻ ഫസ്റ്റത്തത് ഉണ്ടാക്കിക്കഴിഞ്ഞേ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഫ്രീസ് ചെയ്യുന്നവരാണെങ്കിൽ, ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക, ഒന്നും ആവില്ല, ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഞാൻ ചെയ്തെടുത്തിന്. ഇതാ ഈ ഒരു ഫില്ലിങ്സിന് ഇത്രയും അടയാന്ന് നമുക്ക് കിട്ടാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് ഒരു ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് അടുത്ത ലെയറാക്കിയിട്ട് വെച്ചിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഫ്രൈ ആക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഫ്രൈ ആക്കുന്നത് എല്ലാവർക്കും അറിയുണ്ടാവില്ലേ, നമ്മൾ സമൂസെല്ലാം ഫ്രൈ ആക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയോ ചെയ്യും സ്നാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.